ടി.ജി. മോഹൻദാസിൻ്റെ രണ്ട് അഭിപ്രായങ്ങൾക്കെതിരെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനെ അനുകൂലിച്ചുകൊണ്ട് ഏറെ പേർ ഞങ്ങളെ ബന്ധപ്പെട്ടു. ചില കാര്യങ്ങൾ കൂടി ഞങ്ങൾ പറയേണ്ടതായിരുന്നുവെന്നാണ് പലരും ഞങ്ങളെ ഉപദേശിച്ചത്. മാധ്യമങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, അവർ പറയുന്നത് എന്തും തൊണ്ട തൊടാതെ ജനം വിഴുങ്ങുമെന്ന്. ഒരു കാലഘട്ടം വരെ അത് ശരിയായിരുന്നു താനും. എന്നാൽ ദൃശ്യമാധ്യമങ്ങളുടെ വരവോടെ ജനങ്ങളെല്ലാം നേരിൽ കാണാൻ തുടങ്ങി. അതോടുകൂടി പണ്ട് മാധ്യമങ്ങളിൽ അച്ചടിച്ചു വന്നിരുന്നത് മുഴുവൻ അപ്പാടെ വിഴുങ്ങിയിരുന്ന ജനത്തിന് ഇതിൽ പലതും സത്യമല്ലെന്ന് നേരിൽ കണ്ട് ബോധ്യപ്പെടാനും സാധിച്ചു. മാധ്യമങ്ങളുടെ മറ്റൊരു തെറ്റായ ധാരണ മറ്റുള്ളവരുടെ സ്വകാര്യത മാനിക്കാതെ തങ്ങൾക്ക് കയറി ചെല്ലുവാൻ ഭാരതീയ നിയമസംഹിത അനുവാദം നൽകിയിട്ടുണ്ടെന്നാണ്. അതൊരു തെറ്റായ ധാരണയാണ്. ഏതൊരു മനുഷ്യനും അവൻ്റേതായ ഒരു സ്പേസ് ഉണ്ട്. അതിൽ നിന്നുകൊണ്ട് അവന് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. എന്നല്ലാതെ അവൻ്റെ വായിൽ കോലിട്ട് കുത്തി അവനെക്കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത് തെറ്റായ പ്രവണത തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഷെരൂരിൽ കാണാതായ അർജുനൻ്റെ വീട്ടിൽ അവിടെ ചെന്നൊരു മകളാരത്നം പിതാവിനെ കാണാതെ ദിവസങ്ങളായി ഉണ്ണാതെ ഉറങ്ങാതെ ഇരിക്കുന്ന കുട്ടിയോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ അസ്ഥാനത്തായിരുന്നുവെന്ന് അഭിപ്രായമുള്ളയാളാണ് ഞാൻ. ഇതെല്ലാം ക്രൂരതയാണെന്ന് ഈ മൈക്കും ക്യാമറയും തൂക്കി പിടിച്ച് കൊണ്ടുപോകുന്നവരെന്ന് മനസ്സിലാക്കും എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. എതിരെ നിൽക്കുന്നവൻ്റെ സ്വകാര്യതയും കൂടി മാനിക്കേണ്ടത് ചോദ്യം ചോദിക്കാൻ പോകുന്നവൻ്റെ കടമയാണ്. 1950കളിൽ കേരളത്തിൽ ഏറ്റവും പ്രചാരത്തിലുണ്ടായിരുന്ന ദേശബന്ധു എന്നൊരു പത്രമുണ്ടായിരുന്നു. പ്രഗത്ഭനായ ആർ.കെ. കർത്തയായിരുന്നു അതിൻ്റെ ചീഫ് എഡിറ്റർ. അന്നത്തെ കാലത്ത് ദേശീയവും അന്തർദേശീയവുമായിരുന്ന വാർത്തകൾ റോയിട്ടറിൻ്റെ ടെലിപ്രിൻ്റർ മുഖേനയായിരുന്നു ലഭിച്ചിരുന്നത്. ഒരിക്കൽ കൽക്കട്ട റെയിൽവേ സ്റ്റേഷനോട് അനുബന്ധിച്ച് റെയിൽവേ പാളത്തിൻ്റെ അടിയിൽ ഉറപ്പിക്കാൻ വെച്ചിരുന്ന 1000-ൽ പരം സ്ലീപ്പറുകൾ, അതായത് മരത്തിൻ്റെ കട്ടി ഉരുപ്പടികൾ, വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി. 1000 സ്ലീപ്പേഴ്സ് സ്റ്റെപ്സ് എവേ എന്ന് അച്ചടിച്ചു വന്ന സന്ദേശം ട്രെയിനിയായിരുന്ന സബ് എഡിറ്റർ വിവർത്തനം ചെയ്തപ്പോൾ പ്ലാറ്റ്ഫോമിൽ ഉറങ്ങിക്കിടന്ന 1000 മനുഷ്യർ ഒഴുകിപ്പോയി എന്നായി. പിറ്റേന്ന് അത് പത്രത്തിൽ അടിച്ചു വരികയും ചെയ്തു. എന്നാൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആർ.കെ. കർത്ത അന്ന് തന്നെ ആ ജോലി രാജിവെച്ചു. ഇന്നാണെങ്കിൽ അത് ട്രെയിനിയുടെ തലയിൽ കെട്ടിവെച്ച് മാന്യമായി ചീഫ് എഡിറ്റർ തടിയൂരിയനെ. അതല്ലേ ഇവിടെ സംഭവിക്കുന്നത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും മറ്റൊരു അവതാരം തന്നെയാണ്. മഹാരാജാവിനെ സൂചിപ്പിച്ച് കരമൊഴിവായ ഭൂമിയും വാങ്ങി എല്ലാവിധ സുഖസൗകര്യങ്ങളോടും കൂടി ജീവിക്കാമായിരുന്നു. എന്നാൽ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാനുള്ള ആർജവം അദ്ദേഹം കാണിച്ചു എന്നതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. അവർ രണ്ടുപേരും ജീവിച്ചിരുന്ന നാടാണിത്, ഈ കൊച്ചു കേരളം. ഇരുവരും കാണിച്ചു തന്നത് പത്രപ്രവർത്തനത്തിൻ്റെ ഉദാത്ത മാതൃക തന്നെയാണ്. നമ്മൾ എഴുതിക്കൂട്ടുന്ന ചപ്പുചവറുകൾ വായിച്ചു വിശ്വസിക്കുന്ന ഒരു ജനസമൂഹമുണ്ട്. അവരോട് വിശ്വാസവഞ്ചന കാണിക്കരുത്. ടി.ജി. മോഹൻദാസിന് നൽകാൻ ഒരടുത്ത സ്നേഹിതൻ നൽകിയ സന്ദേശങ്ങളാണ് ഞാൻ മുകളിൽ പറഞ്ഞ 2 സംഭവങ്ങൾ. നേരിൽ പറഞ്ഞാൽ സൗഹൃദം നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ടാകാം ഞങ്ങളെ ഒരു ഹംസമാക്കി മാറ്റിയത്. മറ്റൊരാൾ മോഹൻദാസിന് നൽകിയ സന്ദേശം കൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. 50 ലക്ഷത്തോളം ജനങ്ങൾ തൃശ്ശൂരിന് വടക്കോട്ടോ കൊല്ലത്തിന് തെക്കോട്ടോ പലായനം ചെയ്യുന്നതിനേക്കാൾ നല്ലത് കാലപ്പഴക്കം ചെന്ന് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ജലബോംബിനെ ഇല്ലാതാക്കുന്നത് തന്നെയാണ്. എന്തുകൊണ്ട്? മോഹൻദാസിൻ്റെ പ്രഭാഷണം കേട്ടാൽ അദ്ദേഹത്തിൻ്റെ കുഞ്ഞമ്മയുടെ മക്കളുടെ ആരുടെയൊക്കെയോ പണമാണ് അതിനുവേണ്ടി ചെലവാക്കുന്നതെന്നാണ് തോന്നിപ്പോകുന്നത്. 50 ലക്ഷം മനുഷ്യരും സഹസ്രകോടി സസ്യലതാദികളും ദശലക്ഷക്കണക്കിന് മൃഗങ്ങളും നശിച്ച് നാറാണക്കല്ല് പിടിച്ച് കേരളത്തിൻ്റെ 1/3 ഭാഗം ഉപയോഗശൂന്യമായി മാറുന്നത് കാണാൻ അദ്ദേഹത്തിന് നല്ല രസമായിരിക്കും. എനിക്കൊരു സംശയം, ഇയാളെന്താ മനുഷ്യനല്ലേ? അദ്ദേഹത്തിൻ്റെ മറ്റൊരു സംശയം ഇടുക്കി ഡാം പൊട്ടുകയില്ലേ എന്നാണ്. നമ്മളിപ്പോൾ പറഞ്ഞു തുടങ്ങിയാൽ അത് പിന്നെ അങ്ങനെ ആയിക്കോളുമെന്നൊരു ഉപദേശം കൂടി ചാനൽ ചർച്ചയിൽ കൂടെ ഇരിക്കുന്ന ആൾക്ക് അദ്ദേഹം രഹസ്യമായി നൽകുന്നുണ്ട്.
എന്തൊരു ദുരന്തമാണ് ഈ മനുഷ്യൻ. ഒരു ജനത മുഴുവൻ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ഇയാളുടെ വീണവായനം. കേവലം 50 വയസ്സുള്ള ഇടുക്കി ഡാം പൊട്ടുകയില്ലേ എന്ന് സംശയിക്കുന്ന ഇയാൾക്ക് 150 വയസ്സ് പ്രായമുള്ള മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ബലത്തെപ്പറ്റി ഒട്ടും സംശയമില്ല, ഒരാശങ്കയുമില്ല. ഒരു മോഹൻലാൽ സിനിമയിലെ ഡയലോഗ് പോലെ, എന്തടോ വാര്യരെ താൻ നന്നാവാത്തത്. രക്ഷയ്ക്കുള്ള സുരക്ഷിത മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുമ്പോൾ അതിന് ശ്രമിക്കാതെ സാധ്യതയുള്ള അപകടത്തെ ന്യായീകരിച്ച് സമയവും ജീവനും കളയരുതെന്നേ ഞാൻ പറയുന്നുള്ളൂ. കാലാകാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടിക്കാർ തമിഴ്നാട്ടിൽ നിന്നും വാങ്ങുന്ന പുറം വരുമാനമാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഇന്നത്തെ ബലം. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും കൈനീട്ടി വാങ്ങുന്നുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഉറക്കത്തിൽ ഒരു നേതാവ് മുല്ലപ്പെരിയാർ പൊട്ടിയൊഴുകി വരുന്നത് സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന് ഉണ്ടാക്കിയ കോലാഹലം 10-12 കൊല്ലം മുമ്പ് നമ്മൾ കണ്ടതാണ്. മുന്നണി മാറിയപ്പോൾ നടവരവ് നിലച്ചതിൻ്റെ പ്രത്യാഖ്യാതമായിരുന്നുവെന്നാണ് അന്ന് തമാശയായി പറഞ്ഞു കേട്ടത്. തമിഴ്നാട് മുഖ്യമന്ത്രി ഒരു കെട്ട് തീറാധാരം കാണിച്ച് കൊടുത്തപ്പോൾ തീരുന്ന വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലും കൗതുകരമായ ഒരു സംഭവം, UDF ഒരു കക്ഷിയെ ചവിട്ടി പുറത്താക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്ക് ചിലർ നൽകിയത് കുമളിക്ക് താഴെ ഉണ്ടായിരുന്ന ഭൂമി തന്നെയാണെന്നാണ്. അങ്ങനെയാണ് പറഞ്ഞു കേട്ടതും. അതോടുകൂടി അന്ന് വരെ മുല്ലപ്പെരിയാർ പൊളിച്ച് പണിയണമെന്ന് അഭിപ്രായമുണ്ടായിരുന്ന ഒരു നേതാവ് കൂടി മറുകണ്ഠം ചാടി. ഇതാണ് ഇവിടെ നടക്കുന്നത്. മോഹൻദാസിനെ പോലെയുള്ളവർ ഇത് തുറന്ന് കാണിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ മോഹൻദാസും ആ വഴിയാണ് സഞ്ചരിക്കുന്നതെന്നറിയുന്നതിൽ അതിയായ വേദനയുണ്ട്. ഏതായാലും വയനാട് ദുരന്തം കഴിയുമ്പോൾ നിങ്ങളെപ്പോലെയുള്ളവർ AC റൂമിലിരുന്ന് ചർച്ച ചെയ്യാൻ പുതിയൊരു ദുരന്തം കിട്ടാതിരിക്കില്ല. അതിനുവേണ്ടി കാത്തിരിക്കുക.